മെസ്സേജിന് റിപ്ലൈ ലേറ്റ് ആയാൽ ടെൻഷൻ ആവാറുണ്ടോ? അതോ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യാണ് എന്ന് ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ? അതിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും അവർ നിങ്ങളെ ഇട്ടിട്ട് പോവുക എന്നുള്ള ഫിയർ ഉണ്ടോ? ഇത് സ്നേഹം മാത്രമല്ല, ഇത് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ആവാം. വാട്ട് ഈസ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ്? ആൻഷ്യസ് അറ്റാച്ച്മെന്റ് എന്നത് റിലേഷൻഷിപ്പിൽ കോൺസ്റ്റന്റ് ഫിയർ ഓഫ് ലോസിങ് സമ്മൺ എന്നാണ്. അതായത് ചെറിയൊരു റിപ്ലൈക്ക് ലേറ്റ് ആവുമോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിലൊക്കെ നമ്മുടെ മൈൻഡ് വേഴ്സ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യും. അതായത് അവർ നമ്മളെ ഇഗ്നോർ ചെയ്യാണോ, അവോയ്ഡ് ചെയ്യാണോ, അവർക്ക് നമ്മളെ ഇഷ്ടമല്ലേ, നമ്മളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണോ, അങ്ങനെയുള്ള ഫുൾ ഓഫ് നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ആവും. ഇറ്റ് സ്റ്റാർട്ട്സ്. പലപ്പോഴും ഇത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നും വരാം. നമുക്ക് ചൈൽഡ്ഹുഡിൽ ഓവറായിട്ടുള്ള കെയറും അറ്റൻഷനും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് പോയി നമുക്ക് അറ്റൻഷനും കെയറൊന്നും കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇൻസെക്യൂരിറ്റി ഡെവലപ്മെന്റ് ചെയ്യും. ആ ടൈമിൽ നമ്മുടെ ഫിയർ എല്ലാം അൺകോൺഷ്യസ് ആയിട്ട് പോകും. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജിന് റിപ്ലൈ വന്നു നോക്കും, ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ചെറിയൊരു ഫൈറ്റ് ഉണ്ടായാൽ പോലും അതിന് വളരെ വലുതായിട്ട് റിയാക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അബാൻഡൻമെന്റ് ഫീലിംഗ്, ഞാൻ ഒറ്റയ്ക്കാണോ, എൻ്റെ കൂടെ ആരും ഇല്ലേ, അങ്ങനെയുള്ള തോന്നൽ വന്നുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് വാലിഡേഷൻ ക്രിയേറ്റ് ചെയ്യുക. എവിടെന്നെങ്കിലും നമുക്കൊരു റിപ്ലൈ ലേറ്റ് ആയാൽ പോലും അത് റിജക്ഷൻ അല്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക. പിന്നെ സെൽഫായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും ഹോബീസോ അല്ലെങ്കിൽ ഗെയിംസിൽ എൻഗേജ്ഡ് ആവുക, അങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് മാറാൻ നോക്കുക. someone staying in your life is a choice, but your peace is your responsibilities. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ സൈക്കോളജി റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.